കേസിലിരിക്കുന്ന വസ്തുവായിട്ടും നമ്മൾ ആവശ്യപ്പെട്ട തുക ദാദി മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്കവേലു ചെട്ടിയാർ നമ്മുടെയൊക്കെ വാക്ക് വിശ്വസിച്ചിട്ടാ. അത് ഭദ്രൻ തമ്പുരാൻ മറക്കരുത്. വാക്ക് തെറ്റിയാ ചെട്ടിയാരെ അറിയാലോ. ചെട്ടിയാരെ അറിയാം, അവന്റെ അപ്പൻ ചെട്ടിയാരെ എനിക്കറിയാം. അതെ അതെ. ഓ എന്ത് ആളും അർത്ഥവും പരാജയപ്പെടുന്നിടത്ത് വിജയം ഭവിക്കുന്ന ഒന്നുണ്ട്. ഈ കുണ്ടലിനിയെ തൊട്ടുണർത്തുന്ന ഒരുതരം രക്ഷസ്. അതാണോ ഈ ബുദ്ധി എന്ന് പറയുന്നത്? അത് വെച്ച് കളിക്കേണ്ട വക്കീലേ, മനസ്സിലായ? എന്ത് കാര്യം പറഞ്ഞാലും തമ്പുരാനുണ്ടൊരു വേദാന്ത സിദ്ധാന്തം. എടോ വക്കീലേ, ഇനി ഞാൻ ഒരു കഥ പറയാം. പറ. ടിപ്പുവിന്റെ പടയോട്ടവും മാപ്പിള ലഹളയും അതിജീവിച്ച ഒരു തറവാട് വള്ളുവനാട്ടിലുണ്ടായിരുന്നു. വാഴും കോവിലിടം. അവിടുത്തെ ഒരു തമ്പുരാൻ, പേര് ശേഖരൻ, സഖാവ് ശേഖരൻ, തന്റെ സഹപ്രവർത്തക സുജാതെ സഹാക്കളുടെ സാന്നിധ്യത്തിൽ രക്തഹാരമണിയിച്ച് വിവാഹം കഴിച്ചു. അങ്ങനെ അവർക്കൊരു പെൺകുട്ടിയും ജനിച്ചു, ഗായത്രി. ആ ഗായത്രി ശേഖരനെ ജയിക്കണം. വാഴുംകോവിലത്തിൽ ശേഖരൻ തമ്പുരാന്റെ മകൾ അല്ല ഗായത്രി എന്ന് കോടതി മുമ്പാകെ തെളിയിക്കണം. അതിന് കഴിഞ്ഞാൽ കേസ് നമ്മൾ ജയിച്ചു. എടോ എന്ന് വെച്ചാ തങ്കവേലു ചെട്ടിയാരുമായി 1,55,00,000 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച നിർദ്ദിഷ്ട സാറ്റലൈറ്റ് സിറ്റിക്ക് സമീപമുള്ള കിനാലൂർ പറമ്പിന്റെ കച്ചവടം കെങ്കേമമായി നടന്നു എന്നർത്ഥം. മനസ്സിലായടോ കള്ള വക്കീലേ? ഓരോ കള്ളൂടി അപ്പോയിന്റ്മെന്റിലും അഡ്വക്കേറ്റ് അലക്സ് പോള് ഇതൊക്കെ തന്നെ കേൾക്കുന്നത്. ഭദ്രൻ തമ്പുരാൻ ഒരു കാര്യം അറിയോ? 1960 മുതൽ ഇങ്ങോട്ട് പെരിങ്ങോട്ടുകര സബ് രജിസ്റ്റർ ഓഫീസിലെ വിവാഹ രജിസ്റ്റർ മുഴുവൻ അരിച്ചു പറിക്കട്ടും ശേഖരൻ തമ്പുരാന്റെയും സുജാതയുടെയും വിവാഹത്തിന്റെ രേഖകളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഇതൊരു അനുകൂലമായ വിജയമാണ്. പക്ഷേ അങ്ങനെ ഒരു രേഖ ഉണ്ടാവാൻ പാടില്ല. ഗായത്രി ശേഖരന് കേസ് ജയിക്കാൻ ആ രേഖകൾ വേണം. ഭദ്രൻ തമ്പുരാന് കേസ് ജയിക്കാൻ രേഖകൾ നഷ്ടപ്പെടണം. അങ്ങനെ ഒരു രേഖ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും അത് ഈ ഭദ്രൻ നശിപ്പിച്ചിരിക്കും. ശീഘ്രം വാങ്ങടാ. അയ്യാ, മതം പൊട്ടിയാനയുടെ ചെകിട്ടത്തടിച്ച ഗജമുത്ത് കിട്ടുമെന്നൊരു ചൊല്ലുണ്ട്. ഇങ്ങനെയൊന്ന് നീ അവൾക്ക് കൊടുത്തിട്ട് വന്നിരുന്നെങ്കിൽ നിനക്ക് ഞാൻ സമ്മാനിച്ചേനെ ഒരു വീരശൃംഖല. ഒരു പൊട്ടിത്തെറി, അതാണ് ജീവിതം. ഞാൻ പറയുന്നത് ഗായത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതേതെങ്കിലും ഒരു അവസ്ഥയിൽ മനുഷ്യ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കും. സ്ത്രീയായി ജനിച്ചാൽ യാതനകൾ തരണം ചെയ്യണം, എങ്കിലേ അവൾ പൂർണ്ണതയിലാവൂ. യാതനകൾ അതിന്റെ കൂടെപ്പിറപ്പാണ് ചേച്ചി. എനിക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കപ്പെടുന്ന അവസ്ഥ അത് ഈ കേസിലുണ്ടാകാൻ പാടില്ല. ഗായത്രി ധൈര്യമായിട്ടിരിക്കെ. കേസിന്റെ ആദ്യഘട്ടമല്ലേ ആയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് സാക്ഷിമൊഴികൾ മാത്രം പോരാ. കോടതിക്ക് സ്ഥാപിതമായ സത്യമാണ് ഏറ്റവും വലിയ സാക്ഷി. അതുണ്ടാക്കിയെടുക്കുകയാണ് ഓരോ കക്ഷിയുടെയും ഏറ്റവും വലിയ വിജയം. ജയിക്കാൻ സത്യം സ്ഥാപിച്ചെടുക്കുക തന്നെ വേണം. നമ്മൾ അതിന് തയ്യാറാവണം. എന്റെ കുട്ടി, ഇത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കേസ് ജയിച്ചു കഴിയുമ്പോ ഈ ചേച്ചി കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ചോളാം, പോരെ?